നമ്മുടെ രാജയോഗം നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. രാജയോഗം, കർമ്മയോഗം എന്ന് പറയാം, അങ്ങനെ ഒരു ലിംഗമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനയോഗം, പ്രാതപ്രണോളജി, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗം ഭക്തിയോഗം. അപ്പോൾ 4 പ്രധാനപ്പെട്ട ലിങ്സായിട്ട് നമ്മൾ പറയുന്നത് രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇത് ബാക്കി ഉള്ള എല്ലാ സംഗതികളും നമ്മൾ അതിനൊരു ഓട്ടപ്രദക്ഷിണം പോലെ എല്ലാം നോക്കി മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ പൊതുവെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ധാരണയുള്ളവരാണ്. പ്രത്യേകിച്ച് ധാരണ കുറവൊന്നുമില്ല. പക്ഷെ സാധാരണ ഗതിയിൽ നമ്മൾ വിദേശികൾ വരുമ്പോൾ അവർക്ക് ഈ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും അറിവില്ലാത്ത ഒരു ഏരിയയാണ്. പുതിയ എന്തോ സാധനം കേൾക്കുമ്പോഴേ അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ മൈൻഡിനോട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ ഈസിയാണ്, അതോടൊപ്പം തന്നെ വളരെ ടഫാണ്. കാരണം നമുക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ കൃത്യമായിട്ടുണ്ട്. ഓരോ യോഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് യൂണിയനാണ്. എന്തുമായിട്ടുള്ള യൂണിയനാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് മലയാളത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സംഗതി എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നായ നിന്നെ അല്ല പറയണം, രണ്ടെന്ന് കണ്ട അളവിൽ ഉണ്ടായൊരിണ്ടൽ. അത് മിണ്ടാൻ പറ്റുന്നില്ല. അത് മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒന്നായിരുന്നു എന്ന് എനിക്ക് എവിടെയോ അറിയാം, അത് രണ്ടായിപ്പോയി. രണ്ടാവുക എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഏതാണോ ഒന്നായിരിക്കുന്നത് രണ്ടായിട്ട് മുറിയുമ്പോൾ അത് പെയിൻ ഉണ്ടാകും. അതാണ് ഇണ്ടൽ എന്നുള്ള വാക്കുകൊണ്ട് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ സെപ്പറേഷൻ എനിക്ക് പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പെയിൻ എനിക്ക് ഹീൽ ചെയ്യണമെങ്കിൽ പണ്ടേ കണക്ക് വരണം. പണ്ടേ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. ആ യൂണിയനെയാണ് നമ്മൾ യോഗ എന്ന് നമ്മൾ പറയുന്നത്. ഏത് തരം യോഗ പറഞ്ഞാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എവിടെ നിന്നോ നമ്മൾ രണ്ടായി പോയതിനെ വീണ്ടും പഴയ സ്ഥലത്ത് പോയി ഒന്നാവണം. ഇതാണ് യോഗയുടെ പരമമായ ലക്ഷ്യം എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അതിനുള്ള വഴികൾ നമ്മൾ ആലോചിക്കുമ്പോൾ വഴികളാണ്, ഒരുപാട് വഴികളുണ്ട്. ഏത് വഴി കൂടെ പോയാലും നമ്മുടെ ഉദ്ദേശം ഇതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വഴിയാണ് നമ്മുടെ രാജയോഗ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാജയോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് ഈസി ഒന്നുമല്ല. TTC ഒരു മാസം മുഴുക്ക പഠിക്കണം. അതിൻ്റെ സെക്കൻഡ് ഫേസ് ചെയ്യണം, തേർഡ് ഫേസ് ചെയ്യണം. എന്തായാലും തീരുമില്ല. പിന്നെ കുണ്ടലിനി യോഗ വർക്ക്ഷോപ്പിൽ വരണം എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അങ്ങനെ ആ ഫ്ലോയിലേക്ക്, എവിടെയാണോ സോഴ്സ്, ആ സോഴ്സിലേക്ക് പോകുന്നതിന് മനസ്സും ശരീരവും ബാക്കിയുള്ളതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ എത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൈയും കാലും പിളയ്ക്കണം, കുറേ ശ്വാസം വലിക്കണം, പിന്നെ ഉള്ള മെഡിറ്റേഷൻ ചെയ്യണം. ഈ അഭ്യാസങ്ങളൊക്കെ വേണം. ശരീരത്തിന് ക്ലേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല അഭ്യാസങ്ങളൊക്കെ ചെയ്ത് ദീർഘകാല നൈരന്തര്യ സത്കാരോ സേവിച്ചോ ഒക്കെ ചെയ്യണം. എന്നാലാണ് എത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. അതാണ് രാജയോഗത്തിൻ്റെ വഴി. ഓക്കെ, അത് കുറേ പേര് പറ്റുന്ന ആൾ. ചിലർ കഴിക്കാനൊന്നും പറ്റില്ല, മിണ്ടാതെ കസേര തന്നെ ഇരിക്കുന്ന ആളിന് ഇതൊന്നും കൈയും കാലും എടുക്കാൻ പറ്റില്ല, ശ്വാസം വലിക്കാൻ പോലും പറ്റില്ലാത്ത ആളിന് പറ്റില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ള വഴി എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, ഒന്നായിരുന്ന ആണ് രണ്ടെന്നറിഞ്ഞു. ശരി, തിരിച്ചു പോകാൻ വേണ്ടി എങ്ങനെ എത്തും? അപ്പോൾ എങ്ങനെയാണ് ഈ ഒന്നായിരുന്ന ആൾ രണ്ടായിരുന്ന ആദ്യം അറിയും. ആ രണ്ടായ ആൾ ഒന്നാവാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യണമെന്നറിയണം. അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ആചാര്യന്മാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ എന്താണ് ഈ രണ്ടല്ല ഒന്നാണ് എന്നൊക്കെ പറയും. പല രീതിയിൽ പറഞ്ഞിട്ട് അവസാനം അന്വേഷിച്ച് പോകുന്ന ശിഷ്യനോട് പറയും, പിന്നെ തത്വമസി, ഈ അന്വേഷിച്ച് പോകുന്ന ആൾ ഇതൊന്നുമല്ല, അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നീ തന്നെ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞറിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ശിഷ്യൻ തിരിച്ചറിയും. അപ്പോഴാണ് നമുക്കൊന്നൊരു മഹാവാക്യം കിട്ടിയത്, അഹം ബ്രഹ്മാസ്മി. അറിഞ്ഞു ഞാൻ തന്നെ ബ്രഹ്മം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഓരോ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അത് പഠിക്കാൻ വേണ്ടി നമുക്കുണ്ടാക്കി തന്നാണ്. ഇങ്ങനെ ഓരോ വഴികളിലൂടെ ഇതൊക്കെ അറിയാണ്, അറിവ് കൊണ്ട് അറിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അവിടുത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ആരാണെന്നുള്ളത് ക്വസ്റ്റ്യനാണ് അന്വേഷിച്ചുകൊണ്ട് പോകാൻ വൈ എന്നുള്ള ചോദ്യത്തിനാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മാസ്മി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നായല്ലോ, പിന്നെ വ്യത്യാസമല്ല. അപ്പോൾ അവിടെ യോഗയായി.
അപ്പോൾ അതും കഷ്ടപ്പാടാണ്. കാരണം ഇത് മുഴുവൻ വായിക്കണം, പുസ്തകം വായിക്കണം, അത് എന്താണെന്ന് അറിയണം. ഈ ശബരിമലയൊക്കെ പറയില്ലേ, ശബരിമല 18 പടിയും കയറി മോളിൽ ചെല്ലുമ്പോഴാണ് അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചേക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോഴും അറിയില്ല അഹം ബ്രഹ്മാസ്മിയാണ്. അപ്പോൾ ഇതാണ് ഞാനാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഒന്നുമില്ലെങ്കിൽ കുറേ പുസ്തകം വായിക്കുകയോ അത്രയ്ക്ക് കുറേ അഭ്യാസങ്ങളെ ഒക്കെ വേണം ഇത് കാണിക്കാൻ വേണ്ടി. അത് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. എങ്കിൽ പിന്നെ എളുപ്പമായിട്ട് എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുക, അവിടെയാണ് എളുപ്പമല്ല. പിന്നെന്താണ് കർമ്മയോഗമാണ്. കർമ്മയോഗം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് എല്ലാ പ്രവൃത്തിയും എന്ത് ചെയ്യണോ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വരൻ അർപ്പിച്ച് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണെന്ന് അർപ്പിച്ച് ഈ ഓരോ കർമ്മ വഴിയിൽ രണ്ടു തരത്തിലാണ് അത് കർമ്മ സാധാരണ പറയും. കർമ്മ എന്ന് പറയുന്നത് പ്രവൃത്തിയാണെന്നും റിസൾട്ട് ഓഫ് ആക്ഷനാണെന്നും. കർമ്മ അത് എന്ന് പറയുമല്ലോ, അതങ്ങനെ രണ്ടുമായിട്ടാണ് നമ്മൾ പറയുന്നത്. റിസൾട്ട് ഓഫ് ആൻ ആക്ഷനെ നമ്മൾ കർമ്മ എന്നാണ് പറയുന്നത്. അത് അവൻ്റെ കർമ്മ എന്ന് പറയുന്നത് എന്തോ ചെയ്തതിൻ്റെ ബാക്കിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കർമ്മ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിലൂടെ എല്ലാവർക്കും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്ത് ഈശ്വരെങ്കിൽ അല്ലെങ്കിൽ ഈ പരമതത്വത്തിൽ ലയിക്കുന്ന ഒരു വഴിയാണ് കർമ്മയോഗം വഴി നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യണം, ടു ഡൂ സംതിങ്. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലേ ചെയ്യുന്ന പ്രവൃത്തികളല്ല. യാതൊന്ന് ചെയ്വത് നാരായണാർച്ചനകൾ നില, യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് അതൊക്കെ ഹരി അറിഞ്ഞറിഞ്ഞ് നമ്മളതിലേക്ക് എത്തിച്ചേരുന്ന ഒരു വഴിയാണ്. ഇതെല്ലാം ഹരിനാമർത്തത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും കുറേ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഭക്തിയോഗ ഞാൻ പറയുന്നത് ഈ ഭക്തിയോഗയിൽ പിന്നെ വിവേകാനന്ദ സ്വാമികളൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ. ഇതാണ് ബാക്കിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സിംപിളസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ആണ്. എന്തുകൊണ്ടാണ് ഇത് സിംപിളസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അറിയണ്ട, പുസ്തകം വായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആകപ്പാടെ ചെയ്യേണ്ടുന്നത് നമ്മുടെ ഒരു ബലം പിടുത്തമുണ്ട്, ഹോൾഡുണ്ട്, അത് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡ്രോപ്പിംഗ് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഈസിയസ്റ്റ് വേറെ ഒന്നുമില്ല. ഒന്ന് വെട്ടിപ്പിടിക്കാണ്ട് ആലോചിച്ചോ അതിൻ്റെ പുറകെ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ഒരു ഹോൾഡുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ വാക്കുവാണെങ്കിൽ പറയാൻ പറ്റും, എനിക്ക് മോക്ഷം വേണമെന്നാണ്. മോക്ഷത്വം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇതിലേക്ക് വായിക്കുന്നത്. അപ്പോൾ അവിടെ ബന്ധനസ്ഥനാണെന്ന് അറിയണം. അതാണ് ആദ്യത്തെ അറിവ്. അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോചിക്കണമെന്ന് തോന്നലുണ്ടാകണം, മോക്ഷത്വം എന്ന് പറയുന്നത്. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വഴി എന്താണ്? എന്നെ അങ്ങ് വിടണം. അപ്പോൾ ഈ ഡ്രോപ്പിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഈസിയായിട്ട് എനിക്ക് ഞാൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബലമാണ്. എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടാൽ മതി. അപ്പോൾ ഇത്ര ഈസിയാണ് ഭക്തി കൊണ്ട് ഈ മോക്ഷ സാധനം സംഭവിക്കണമെന്നുള്ളതാണ് ഭക്തി വൈകട്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഡ്രോപ്പ് യുവർ ഐഡൻറ്റിറ്റി. നമ്മുടെ ഒരു സെൽഫ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഐ എന്ന് നമ്മൾ പറയുമല്ലോ, സ്മോൾ ഐയും ബിഗ് ഐ എന്നൊക്കെ പറയും. നമ്മുടെ ഐനെസ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഈ ആയിക്കഴിഞ്ഞു, ലയിച്ചു കഴിഞ്ഞു അല്ലേ, ഒന്നായിക്കഴിഞ്ഞു. ഇത് എത്ര ഈസി എന്ന് പറഞ്ഞാൽ ഇതിനെ ഓഷാനിക് ഇഫക്റ്റ് എന്ന് പറയാം. നിങ്ങളൊരു ഇൻഡിവിജ്വലായിട്ടിരിക്കുമ്പോൾ താമര ഇലയിലുള്ള ഒരു ഡ്രോപ്പായിട്ടിരിക്കുമ്പോൾ, താമര ഇലയിലിരിക്കുന്നു പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല ഒരു പ്രിൻസിപ്പിളാണ്. കാരണം അവിടെ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബിന്ദു അല്ല, അത് ഫ്രീ ആണ്. അതിൻ്റെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് എനിക്ക് എങ്കിലും അതിലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ബീയിങ് ആൻഡ് ഡ്രോപ്പ് ഓൺ ദ ലോട്ടസ് ലീവ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്ലിപ്പായി ആ വെള്ളം ലോട്ടസ് ലീവിലിരിക്കുന്ന ആ ഒരു ചെറിയ ഒരു സാധനമുണ്ട്, അതിൽ നിന്ന് ഒന്ന് സ്ലിപ്പായി ഡ്രോപ്പായി ഓപ്ഷനിൽ വിളിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ബിക്കം ദി ഓപ്ഷൻ. അപ്പോൾ അത്ര ഈസിയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്നത്, വ്യക്തിയോഗ മാർഗത്തിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ ഭക്തിയോഗയ്ക്ക് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഭക്തിയല്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് നമുക്കെന്ത് നമ്മൾ ഭക്തിയുടെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ നമ്മളൊരു ബിസിനസ് മാത്രമാണ്. നമ്മളൊരു കാര്യം ചെയ്യണോ, തേങ്ങ ഗണപതിക്കൊരു കാര്യം അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, ഇന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന്. അതൊരു വഴിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ യോഗയാണ്, ഭക്തി വഴിയുള്ള യോഗമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നുമില്ല, ഡിമാൻഡ്സിനുള്ള സ്ഥലമോ വേറൊന്നുമല്ല. ഈ ആചരിക്കലുകളൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടെക്നിക്കും നമ്മൾ പറഞ്ഞ ഭക്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും നമുക്ക് വേണമെന്നില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ടൂളായിട്ട് വേണ്ടി വരും.
ഈ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പാട്ട് പാടുക തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഈ ഭക്തിയിലിരിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നു. ചുമ്മാ ഒരാളങ്ങ് ഇരുന്നാൽ മതി, അങ്ങ് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാൽ മതി, എവിടെ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഏറ്റവും പരമഭക്തനായിട്ട് പറയുന്ന ഒരാൾ പ്രഹ്ലാദനാണ്. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. വേറെ എവിടെയെങ്കിലും പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞത്. അത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഭയച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു വഴി എന്ന് പറയുന്നത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത്രയും ഈ വഴികളൊക്കെ ഈ ഭക്തി വഴി ലയിക്കാനുള്ള മാർഗമായിട്ട് അതിൽ പറയണം. ശ്രവണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ മഹത്തത്വത്തിനെ പറ്റി പറയുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക, അത്രേ അതിനുള്ളൂ. അതുവഴി നമ്മളെന്താണോ അച്ചീവ് ചെയ്യാനുള്ളത്, അറ്റൈൻ ചെയ്യാനുള്ളത് അത് സംഭവിക്കും. അല്ലെങ്കിൽ കീർത്തനം, നമുക്ക് ഈ മഹത്വത്തിനെ കുറിച്ച് നമുക്ക് തന്നെ പാടിക്കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാം. ശ്രവണം, കീർത്തനം, പിന്നെ ഒന്നും വേണ്ട, വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതി. വിഷ്ണു സ്മരണം എന്നാണ് ആ വാക്ക് പറയുന്നത്. വിഷ്ണു എന്ന് പറയുന്നത് ഈ പരമമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താണോ അത്. അപ്പോൾ അതിനെക്കുറിച്ച് സദാ സ്മരണ ഉണ്ടാവണം. ഈ കാണുന്നതൊക്കെ നാരായണ പ്രതിമ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഏതാണോ കാണുന്നത് അതൊക്കെ അത് തന്നെ എന്നാലോചിക്കുക, കേൾക്കുന്നതൊക്കെ അത്. അപ്പോൾ അങ്ങനെ ഏതിനോട് വരുമ്പോഴും നമ്മൾ അതെല്ലാം ഈ പരമമായ ഈശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഓർമ്മിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഉള്ളത് പാദസേവനം എന്ന് പറയുന്നത്. പാദസേവനം എന്ന് പറയുന്നതിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും പലപ്പോഴും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ നമ്മൾ ഈ കരുതുന്ന ആശ്രമമാർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ അത് നമുക്ക് വിശാലമായ അർത്ഥത്തിൽ പറയുമ്പോൾ ഗുരു തന്നെ ആവണമെന്നില്ല. മുന്നിലുള്ള എന്തും ആവാം, ഒരു വ്യക്തിയോ അത് ജീവിയോ ചെടിയോ ഏത് തന്നെ ആയാലും നമ്മുടെ അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആളിനോട് ചെയ്യുന്ന ഒരു ഗുണകരമായതോ അല്ലാത്ത അവരുടെ കാര്യങ്ങൾ വെൽഫെയർ നോക്കുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റും. കാരണം ഇതിലൊരു ഡ്യുവാലിറ്റി എന്തായാലും ഉണ്ട്. ഭക്തിയോഗ വരുന്നതിൽ ഈ രണ്ടുണ്ട ഒരാളുമായിട്ടാണ് നമ്മൾ ഈ സംവാദം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗുരുവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈശ്വരൻ്റെ വേറൊരു പ്രത്യക്ഷ രൂപം ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ആൾ അതിനോട് അവരുടെ വെൽഫെയറൊക്കെ നോക്കുക, പാദസേവനം ചെയ്യുക. അതിൻ്റെ എന്താണ് അർച്ചനം, പാദസേവനം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം. അർച്ചന നമുക്കറിയാം, നമ്മൾ അമ്പലത്തിലൊക്കെ പോയപ്പോഴും നമ്മൾ പൂജ കൊണ്ട് അർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളുള്ളൂ. അതെല്ലാം ഈ നമ്മുടെ പ്രാക്ടീസസാണ്. നമ്മൾ ഈ ഏതെങ്കിലും ഒരു തരുന്ന സ്പിരിച്വൽ പ്രാക്ടീസസായിട്ട് വരുന്ന അർച്ചനം. വന്ദനം എന്ന് പറയുന്നത് നമ്മൾ ഒരാളിനോട് കാണുന്ന ആളിനോട് എപ്പോഴും ബഹുമാനത്തോടെ എപ്പോഴും നമ്മളങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുക്കന്മാരൊക്കെ നമ്മളെല്ലാവരും തൊഴുവും, ഈ എപ്പോഴായിരുന്നാലും തൊഴുതുകൊണ്ട് അങ്ങനെ നടക്കുന്ന ആൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവരോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന ഒരവസ്ഥയാണ് വന്ദനം. ദാസ്യം എന്ന് പറയുന്നത് ആരാണോ ഈ ഓബ്ജക്റ്റ് ഉള്ളത് അതിൻ്റെ ഈ ആളിൻ്റെ ദാസനാണ് ഞാൻ, അതുകൊണ്ട് വേറെ വിശദീകരിക്കാനൊന്നുമില്ല. പിന്നെ സഖ്യത്തിൻ്റെ കുറച്ചുകൂടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി അത് സഖ്യമാണ്. ഞാൻ സുഹൃത്തായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ തുല്യമാണ്, സമന്മാരാണ്. പക്ഷേ ആ സമന്മാരെന്ന് അറിയുമ്പോഴും ആ സുഹൃത്ത് ബന്ധത്തിലും ആ ആളുണ്ടല്ലോ, അത് മതി. ഈ പരബ്രഹ്മമായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അത്രയും സുഹൃത്താണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, തോളി കേട്ടുകൊണ്ട് നടക്കാം. വളരെ ഈസി ആയിട്ട് സുഹൃത്ത് പോണ വഴിക്ക് നമുക്കും പോവാം. അപ്പോൾ സുഹൃത്താണ് ഏറ്റവും വലിയ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളും കൂടെ പോകും. അപ്പോൾ ആ ഒരു അടുപ്പം സഖ്യം എന്ന് പറഞ്ഞ സംഗതിയിൽ ഉണ്ട്. പിന്നെ ഉള്ളത് ആത്മനിവേദനം എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഉണ്ട്. ആ പാർട്ടെന്ന് പറയുന്നത് അബ്സല്യൂട്ടായിട്ട് വേറെ ഒന്നുമില്ല, സറണ്ടറാണ്, അബ്സല്യൂട്ട് സറണ്ടർ. ഇങ്ങനെ വരുന്ന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എവിടെയും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് അത്രയും നമുക്ക് വേണം. ശ്രവണം,
ഈ 9 വഴികൾ, 9 വേറെ ഈ ഇതിൽ നാരദഭക്തി സൂത്രത്തിൽ തന്നെ വേറെ വഴികളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതിനിടയ്ക്ക് ഓരോ സ്ഥലത്ത്, ഇതിപ്പോൾ ഒരു സ്ഥലത്ത് പ്രഹ്ലാദൻ പറഞ്ഞ വഴിയായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞ ധ്യാനം, സത്സംഗം ഒക്കെ ഇതിൻ്റെ വഴിയായിട്ട് വീണ്ടും പല ഭാഗങ്ങളിലും ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോഴൊക്കെ ഉണ്ട്. സത്സംഗം എന്ന് പറയുന്നത് ഈ സഖ്യം അതിൽ കൂട്ടാവുന്നതാണ്. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുക എന്നുള്ളത്, അതെല്ലാം ഇതിൻ്റെ പല വഴികളിൽ വരുന്നുണ്ട്. പക്ഷേങ്കിലും ഈ പറഞ്ഞ ഒരു 9 വഴി നമ്മുടെ ഭക്തിയുടെ എങ്ങനെയാണ് നമ്മൾ ഭക്തി പ്രകടമാക്കുന്ന വഴികളായിട്ട് നമ്മൾ ഇത്രയും സംഗതി പറഞ്ഞു. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഈ ഭാഗവതത്തിൽ ചോദിച്ചാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞാൽ മതിയുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ വഴിയിൽ പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ശ്രവണം നമുക്ക് കഥകൾ വഴിയാണ് അങ്ങനെ എടുക്കുന്നത്. ഈ പരീക്ഷത്ത് ഈ അവസാനം 7 ദിവസം ഇരുന്ന് കേൾക്കുമല്ലോ, 7-ാം ദിവസം മരിക്കുമെന്നല്ലോ. അപ്പോൾ അങ്ങനെ പരീക്ഷത്ത് 7 ദിവസം ഇരുന്ന് കേട്ടു, 7-ാം ദിവസം അങ്ങനെ മുക്തി കിട്ടിപ്പോയി, അങ്ങനെ കാര്യം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശ്രവണം വഴി പരീക്ഷത്ത് അങ്ങനെ ആയിട്ടുണ്ട്. ഈ പരീക്ഷത്ത് ബാക്കി കഥകളൊക്കെ അറിയാമായിരിക്കുമല്ലേ, പരീക്ഷത്തിൻ്റെ കഥകൾ. അതേ സ്റ്റോറിയിലുള്ള മറ്റേ ആളും കൂടെ അത് കൂടെ ആയിട്ടുണ്ട്. അത് ശുഗനാണ്. ശുഗനാണെന്ന് ഈ കഥ 7 ദിവസങ്ങളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശുഗനാണല്ലേ. അപ്പോൾ ശുഗനും ഈ പരീക്ഷത്തും ആ വഴിയിൽ വന്നതായിട്ട് ഈ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്മരണം പ്രഹ്ലാദൻ വളരെ ഉണ്ടാവും, ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. എല്ലാം പ്രഹ്ലാദൻ ഈ സ്മരിച്ചേ ഉള്ളൂ, അപ്പോൾ തന്നെ മോശം കെട്ടിപ്പോയി. പാദസേവനം എന്ന് പറഞ്ഞത് നമ്മുടെ ലക്ഷ്മി വിഷ്ണുവിൻ്റെ സദാ പാദസേവനം ചെയ്ത് അവരെ വീട്ടുകാരും മുഴുവൻ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളാണ്. പാദസേവനം. അർച്ചനം പൃഥു എന്നൊരാൾ, പൃഥ്വി, അയാളുടെ പേര് വെച്ചുകൊണ്ടാണ് പൃഥ്വി, ഭൂമി ഉണ്ടായതാണ്. പൃഥു ഇങ്ങനെ ഈ എന്തോന്ന് ചെയ്തെന്ന് എനിക്ക് ആ കഥ എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കേട്ടത് പൃഥ്വി എന്നുള്ള പേര് ഇദ്ദേഹത്തിൻ്റെ ഇതിന് ശേഷം ഉണ്ടായതാണ്. പിന്നെ നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ അർത്ഥനാർത്ഥി ദൈവത്തിനെ ഒഴുകെ പ്രീതിപ്പെടുത്തി കൊണ്ടുവന്നതാണ്. വന്ദനം അക്രൂരനാണ്. അതിൽ എഴുതിയിരിക്കുന്നത് അക്രൂരൻ. ഭാഗവതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് അക്രൂരൻ. അങ്ങനെ അക്രൂരനെ അറിയാമോ? അറിഞ്ഞിടത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു ക്രൂരനാണ് അക്രൂരൻ. ശ്രീകൃഷ്ണൻ്റെ വളരെ അടുത്ത ആളാണ്, അമ്പാടി പോകുന്നത്. അപ്പോൾ അവർ ഭയങ്കര പരമഭക്തനാണ്. ഈ പരമഭക്തനെ ഇപ്പം അയാളെക്കാളും വലിയ ഭക്തനില്ല ശരിക്കും. ശ്രീകൃഷ്ണൻ ഇങ്ങനെ തന്നെ വിചാരിച്ചിരിക്കണം, ഞാൻ തന്നെ ഏറ്റവും വലിയ ആൾ ഞാൻ തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നപ്പം ഈ കൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവിടെ കുറച്ച് പെമ്പിള്ളേർ അവിടെ കിടപ്പുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ചയക്കും അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇയാൾ ചെന്നപ്പോൾ അയാൾ വിചാരിച്ചത് ഈ ശ്രീകൃഷ്ണനെ അത്രമാത്രം പ്രേമത്തോടെ കഴിഞ്ഞ കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഇയാൾ വിചാരിച്ച് അവരൊക്കെ തകർന്ന് ജീവിതമൊക്കെ നശിച്ച് ഇല്ല കാണില്ല, അവിടെ മിക്കവാറും കാണില്ല, എല്ലാം നശിച്ച് അവിടെ ഒന്നുമില്ലാണ്ട് ഒക്കെ ആമ്പാടി അല്ല ഇതുണ്ടല്ലോ, അവിടുത്തെ പശുക്കളും പോയി, ചെടികളും പോയി, തുളസിയും ഒക്കെ പോയിട്ട് ഈ പിള്ളേരൊക്കെ ഒന്നും വയസ്സായിയൊക്കെ തീർന്നിട്ടുണ്ടാവും. എന്നാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇയാളോട് ചെന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അവർ കളിച്ച് ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല, ഒരു സാധനം സംഭവിച്ചില്ല. അപ്പോൾ ഇയാൾ കള്ളം പറഞ്ഞായിരിക്കും. കാരണം അത്രയും പ്രേമിച്ചുകൊണ്ട് നടന്ന ഒരു കുറേ കുട്ടികളെ പ്രേമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം വരുത്താൻ മാറിപ്പോയാൽ എന്തായാലും വിഷമമാണ്. ഒന്നുമില്ലെങ്കിൽ അത് അവിടെ കാണാൻ കാല് പ്രതിഫലിക്കില്ല.
അങ്ങനെ വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും സംഭവിക്കണില്ല. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ആരോടെ ചെന്ന് ചോദിച്ചു എന്നാണ്. എൻ്റെ ഉപകഥയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും പറയാണ്. ഞാൻ ചോദിച്ചോ കൃഷ്ണൻ ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലേ? അപ്പോൾ ചോദിച്ചു എവിടെ പോയി? ഏത് കൃഷ്ണൻ? എവിടെ പോയി? ഞങ്ങളെ കൃഷ്ണൻ എങ്ങും പോയിട്ടില്ല, ഞങ്ങളിവിടെ തന്നെ എത്തുന്നു. അപ്പോൾ ആ രീതിയിൽ ആണ് ആ റിലേഷൻഷിപ്പ്. അപ്പോൾ അവസാനം അക്രൂരൻ ഈ പെൺപിള്ളേർ പോയ ഈ നടന്നുപോയ സ്ഥലത്ത് നിന്ന് കുമ്പിട്ട് അവരെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് വാരി തലയിട്ട് സർട്ടാംഗം പ്രണാമിച്ചിട്ട് ചെന്നാണ് പറഞ്ഞു, ഞാൻ ഒന്നും അല്ല എന്നാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ ഭക്തിയുടെ ഈ എല്ലാത്തിലും ഇതിൽ പറയുന്ന ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഗോപികളുടെ ഭക്തിയെക്കുറിച്ച് തന്നെ പറയുന്നതിനുള്ള ഒരു കാരണം അതുകൂടെയാണ്. അവരില്ല, അവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പോലും അവർ അറിയുന്നില്ല. ഇത് വേറെ ഒരു കഥയിലും കൂടെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൊസഷൻ ഇങ്ങനെ പോവാണ്, ശ്രീകൃഷ്ണൻ ഇങ്ങനെ എഴുന്നള്ളി വലിയ പ്രൊസഷനായിട്ട് പോവാണ്. കുറേ ഒരു ഗോപിക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് ഈ നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് പോകുമ്പോൾ എല്ലാവരും പോകില്ലേ, ഇവിടെ പോയില്ല, പോകാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പോകാതെ അവിടെ നിന്ന് വെച്ചാൽ ഇത് പോകുന്നില്ല, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ. അപ്പോൾ എവിടെ കഴിഞ്ഞു? വന്നാ പോയ ആദ്യം എപ്പോൾ വന്നു, ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. ഇതാണ് ഒരു സ്ഥലം വരുന്നത്. കാരണം അവർ ഈ അവിടെ നിൽക്കുന്ന അവർ ഈ കാണുന്നതിലൊന്നും അവർക്ക് അവരുടെ മനസ്സ് അതിലൊന്നുമില്ല. അവർ ടോട്ടലി അതിൽ നിന്ന് വിസ്മരിച്ചിട്ട് എവിടെയാണോ ഭക്തിയിൽ നിൽക്കുന്നത് അവിടെയാണ് നിൽക്കുന്നത്. ഈ ഓബ്ജക്റ്റോ ഈ ഷോയോ നമ്മൾ പറഞ്ഞ പോലെ വലിയ കാറ് പൂ എറിയണം ഇതൊന്നും അവർക്ക് ആവശ്യമില്ല. അത്തരം ഓബ്ജക്റ്റുകളൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ഭക്തിയുണ്ട്. അപ്പോൾ അതിൽ ഈ അക്രൂരൻ എങ്ങനെ വന്ദനം വഴി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ പോകുന്നിടത്തൊക്കെ തൊഴുതുകൊണ്ട് നടന്നല്ലേ ഒക്കെ ഉള്ളൂ. അയാൾക്ക് നൂന്ന് നിൽക്കാൻ നേരം കാണില്ല, നമ്മൾ മഹാരാജാവ് കുഞ്ഞു പോകും പോലെ. അപ്പോൾ ഞാൻ അക്രൂരൻ അങ്ങനെ ആയ ഒരാളായിട്ടാണ് പറയുന്നത്. ഒരു കഥയുണ്ട്. ഗോപിക ഇങ്ങനെ ധ്യാനിക്കുമ്പോഴത്തേക്ക് ഒരു സന്യാസി വന്നിട്ട് ചോദിക്കും കൃഷ്ണനെ പ്രത്യക്ഷപ്പെടുത്താനാണ്. അത് അല്ലല്ല, എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും പശുവിനെ കറക്കാൻ പോയി അവിടെ ശല്യപ്പെടുത്തും, ഭക്ഷണം ഉണ്ടാക്കാൻ പോയി അവിടെ എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ എൻ്റെ അടുത്തുനിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കണേ. അതാണ് അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ എളുപ്പം തന്നെ. ദാസ്യം എന്ന് പറയുന്നത് അത് പറഞ്ഞിരിക്കുന്ന ഒരാൾ ഹനുമാനാണ്. ഹനുമാനെ പോലെ ഒരു ദാസൻ വേറെ ഇല്ല. അല്ല എവിടെ ഈ രാമ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പം ഹൃദയം തുറന്നു കാണിക്കുമ്പം അകത്ത് വേറെ ഒന്നുമില്ല, അകത്ത് ഇത് മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക്. അപ്പം അത്രമാത്രം ഒരു ദാസഭാവം എന്ന് പറയുന്നത് യജമാനം ദാസനും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഹനുമാൻ എപ്പോഴും നമ്മൾ ഈ ചിരഞ്ജീവി ആയിട്ടൊക്കെ അത്തരത്തിലുള്ള ഭക്തനെ എപ്പോഴെങ്കിലും ഒക്കെ കാണുമായിരിക്കും. പിന്നെയുള്ള സഖ്യം അർജുനനാണ് എൻ്റെ നമ്മളെ ഏറ്റവും നല്ല മോഡൽ. ആത്മനിവേദനം തന്നേക്കുന്ന നമ്മളൊരു വലിയ ആളിനെയാണ് അതിലൊരു ഉദാഹരണം തന്നേക്കുന്നത് മഹാബലിയാണ്. മഹാബലിയുടെ സറണ്ടറും ഭയങ്കര ഗംഭീരമായ ഒരു സംഭവമാണ് അല്ലേ. വലിയ ചക്രവർത്തിയായിട്ട് ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നു ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാമെന്ന്